നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും അപ്പോസ്തലന്മാരുടെ ഉപദേശം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായം 42-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മയാക്കി ഒപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോകും. ഇതിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്നുള്ളത് ആണ് ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ ആരാധനയ്ക്കായിട്ടാണ് സ്നാനപ്പെട്ട് വേർപെടുന്നത്. അത് നമ്മൾ പഴയ നിയമത്തിലെ 2 നിഴലുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നോഹയുടെ കാലത്തെ ജനം വഷളന്മാരുടെ മധ്യത്തിൽ നിന്ന് വേർപെടണം. അവര് യേശുവാകുന്ന പെട്ടകത്തിൽ കയറണം. സ്നാനമാകുന്ന ജലപ്രളയത്തിലൂടെ കടക്കണം. അറാറാത്തിൽ ഇറങ്ങി അവര് യാഗം കഴിച്ച് ദൈവത്തെ ആരാധിക്കണം. തുടർന്ന് അവര് നോഹയോടൊപ്പം കുടിലുകൂട്ടി അല്ലെങ്കിൽ കൃഷി ചെയ്ത് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സന്തോഷമായി ജീവിക്കണം. അതുപോലെ ഈജിപ്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ഇസ്രായേൽ ജനം ഒരു പെസഹ കുഞ്ഞാന്റെ രക്തത്താലാണ് അവർക്ക് വിടുതലുണ്ടാകുന്നത്. പെസഹ കുഞ്ഞാട് യേശുവിനെ കാണിക്കുന്നു. യേശുവിലെ വിശ്വാസത്താൽ 2 അവർ ചെങ്കടലാകുന്ന സ്നാനത്തിലൂടെ കടക്കണം. വേറെ വഴി പോകാനുണ്ട്, നടന്നു പോകാൻ പറ്റിയ വഴിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി സ്നാനത്തിലൂടെ കടക്കണം. അത് സ്നാനം ചിലർക്കൊക്കെ വലിയ നാണക്കേടാണ്. ആളുകളൊക്കെ കാണുകയില്ലേ, മോശമല്ലേ എന്നുള്ളതാണ്. യേശു അങ്ങനെ ചിന്തിച്ചില്ലല്ലോ. യോഹന്നാൻ ശാപകന്റെ കൈ കീഴെ സ്നാനപ്പെടാൻ ചെന്നിട്ട് യേശു പറഞ്ഞത് ഇത് ഉചിതമാണ് എന്നാണ്. അതിനുള്ള ധൈര്യം കാണിക്കണം. വലിയ കാര്യമൊന്നും യേശു പറയുന്നില്ല. എൻ്റെ കൽപ്പനകൾ ലളിതമാണ്, മൃദുലമാണെന്നല്ലേ യേശു പറഞ്ഞത്. വലിയ കാര്യമൊന്നും പറയുന്നില്ലല്ലോ. വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആൾക്ക് വലിയ മനസ്സാണ്. നമ്മൾക്ക് ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യത്തിലാണ് നമുക്ക് താല്പര്യം. നമ്മൾ കുറേ പൈസ മുടക്കുക, ദൂരെ യാത്ര ചെയ്യുക, മലകൾ കയറുക, അതിനൊക്കെയാണ് നമുക്ക് താല്പര്യം. അതൊന്നും വേണ്ട. നമ്മുടെ പൈസയും വേണ്ട, വേറെ ദൂരക്ക് യാത്രയും വേണ്ട, ആളെയും വേണ്ട, പശുവിനും വേണ്ട, ആടിനും വേണ്ട, പ്രാവിനും വേണ്ട, എണ്ണയും വേണ്ട, പിന്നെ വീഞ്ഞും വേണ്ട, ഒന്നും വേണ്ട. സ്വർണവും വേണ്ട, വെള്ളിയും വേണ്ട. യേശു ക്രിസ്തു നമുക്കായി എല്ലാം സഹിച്ചു, നമ്മുടെ നരകമേറ്റു. യേശുവിനെ വിശ്വസിക്കുന്ന ആളുകൾ പരസ്യ സാക്ഷ്യത്തിനായി, പരസ്യ ശിക്ഷരാകാൻ വേണ്ടി വെള്ളത്തിൽ പരസ്യമായി മുങ്ങി സ്നാനപ്പെടാൻ, യേശു മാതൃക കാണിച്ചതുപോലെ സ്നാനപ്പെടാൻ തയ്യാറാകണം. അത് വേദപുസ്തകത്തിലെ 1-ാമത്തെ ഉപദേശമാണ്, പ്രധാനപ്പെട്ട ഉപദേശമാണ്. കാരണം യേശു അത് തൻ്റെ അന്ത്യനിയോഗത്തിൽ അത് കൽപ്പിച്ചു. നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിപ്പാൻ ഉപദേശിച്ച് അവരെ എൻ്റെ ശിഷ്യരാക്കണം എന്നാണ് മത്തായിയുടെ സുവിശേഷം 28-19 വാക്യം. യേശുവിൻ്റെ അന്ത്യനിയോഗം അതങ്ങനെ തന്നെ പഠിപ്പിക്കണം. അതാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുന്നത്. പക്ഷെ ചില ആളുകൾ പറയുന്നത് ഉപദേശം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജീവിതം നന്നായിരിക്കണം. ഞാൻ വിശന്നു, ഞാൻ ദരിദ്രനായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ജയിലിലായിരുന്നു, ആശുപത്രി ഞാൻ രോഗിയായിരുന്നു, കാണാൻ വന്നു. അത് വാസ്തവത്തിൽ എന്തിനാ യേശു പറഞ്ഞത്? അത് പാവങ്ങളെ സഹായിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല. പാവങ്ങളെ സഹായിച്ചാലൊന്നും സ്വർഗം കിട്ടത്തില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ ചെറിയവന് ചെയ്തതല്ല. ചെറിയവരായ യേശുവിൻ്റെ അപ്പോസ്തലന്മാർ വീടാന്തരം കയറി സുവിശേഷം പറഞ്ഞ കാലത്ത് അവർ ചില രോഗികളായി, അല്ലെങ്കിൽ അവർ വിശന്നു, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രമില്ലായിരുന്നു, അല്ലെങ്കിൽ അവർ തടവിലാകാനിടയായി. അപ്പോൾ ആളുകൾ കർത്താവിൻ്റെ നാമത്തിൽ യേശു അയച്ചവർ എന്നുള്ള ഒറ്റ മാനദണ്ഡത്തിൽ അവരെ സൽക്കരിച്ചു, സഹായിച്ചു, ഭക്ഷണവും വസ്ത്രവും നൽകി. അതിന് പ്രതിഫലം നൽകുകയാണ്.
അതാണ് ഈ ചെറിയവർക്ക് ചെയ്തല്ല എനിക്കെന്ന് പറയുന്നത്. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തനൊരു പാനപാത്രം തന്നെ കൊടുത്താലും പ്രതിഫലം കിട്ടാവരികയെന്ന് യേശു പറഞ്ഞില്ലേ, അതാണ്. അല്ലാതെ യേശു പാവങ്ങൾക്ക് ഭക്ഷണവും കഞ്ഞിയും ഒക്കെ കൊടുത്താൽ സ്വർഗം കിട്ടുമെന്നൊരു ഉപദേശം പറയാനല്ല വന്നത്. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ ആ ഉപദേശം ഉണ്ടായിരുന്നല്ലോ, കൂട്ടുകാരൻ നിന്നെ പോലെ സ്നേഹിക്കുക എന്നുള്ളത്. യേശു അതിനല്ല വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് യേശു കൽപ്പിച്ച ഉപദേശവും തത്തുല്യമായ ജീവിതവും രണ്ടും ഒരുപോലെ വേണം. ഒരു നല്ല ഉപദേശത്തിൻ്റെ മേൽ വേണം നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ. ഉപദേശമാകുന്ന പാറമേൽ, ഉപദേശമാകുന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ വേണം ജീവിതമാകുന്ന സൗധം എന്ന് പറഞ്ഞാൽ സൽപ്രവൃത്തികളാകുന്ന നല്ല പ്രവൃത്തികളോടുകൂടി ഒരു ജീവിതം ഉണ്ടാകേണ്ടത്. ഉപദേശം പുറമെ കാണുന്നില്ല, അത് അടിസ്ഥാനമാണ്. എന്നാൽ ജീവിതം പുറമെ കാണണം. ചില ആൾ പറയുന്നത് ഈ പുറമെ കാണുന്ന ജീവിതം, അതായത് സൽപ്രവൃത്തികൾ, പാട്ട്, പ്രാർത്ഥന, അതൊക്കെ മതി, അല്ലാതെ കല്ലുകൂടി നിർത്തുക, വീഡിയോയിൽ നിർത്തുക, അതൊക്കെ മതി, അല്ലാതെ ഈ ഉപദേശം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പാട്ട്, പ്രാർത്ഥന, തിരുവത്താഴം, അല്ലെങ്കിൽ സ്വോത്രകാഴ്ച, സഭായോഗം, വീട്ടുയോഗം, പരസ്യയോഗം, ഇതൊന്നും വേണ്ടെന്നാണ് ചില ആളുകൾ പറയുന്നത്. ജീവിതം മതി, അതായത് നല്ല ജീവിതം, സത്പ്രവൃത്തികൾ, അത് മതി എന്നാണ്. പാവങ്ങളെയൊക്കെ സഹായിക്കുക, അത് മതി എന്നാണ് ചിലർ പറയുന്നത്. അത് വേണം, പക്ഷേ നല്ലൊരു അടിസ്ഥാനത്തിൻ്റെ മേൽ വേണം ജീവിതമാകുന്ന സൽപ്രവൃത്തികളാകുന്ന ജീവിതം പണിയാൻ. പഴയ നിയമത്തിൽ, അതായത് ബൈബിളിന് ഒരു ഷോർട്ട് ഫോം ഉണ്ട്. അത് മോശയും പ്രവാചകന്മാരും എന്നാണ്. കാരണം യേശു പറഞ്ഞ ലാസറിൻ്റെയും ധനവാന്റെ ഉപമയിൽ, അതായത് ധനവാൻ പറയുന്നുണ്ട്, ഈ ലാസറിനെ എൻ്റെ വീട്ടിലേക്കൊന്ന് അയക്കണേ, എനിക്ക് 5 സഹോദരന്മാർ. അപ്പോൾ അബ്രഹാം പറയുന്നത് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടെന്നാണ്. മോശയുടെ കാലത്ത് വേറെ പ്രവാചകന്മാരില്ലല്ലോ, അല്ലെങ്കിൽ വേറെ പ്രവാചകന്മാരുണ്ടായ കാലത്ത് മോശ മരിച്ചല്ലോ. അപ്പോൾ മോശയും പ്രവാചകന്മാരും അവിടെ ഉണ്ട് എന്ന്, അത് യേശുവിൻ്റെ കാലത്ത് മോശയും പ്രവാചകന്മാരും അവിടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരാലും പ്രവാചകന്മാരാലും സഭയോട് ചേർന്ന 3000 ആളുകൾ. അവരാദ്യം ചെയ്തത് അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിക്കാനാണ്. കാരണം യേശു ഈ സത്യങ്ങളൊക്കെ ആദ്യം അപ്പോസ്തലന്മാർക്കാണ് 3.5 വർഷം പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് അവരിൽ നിന്ന് കേൾക്കാൻ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ട ആളുകളുടെ ആദ്യ ചുമതല എന്ന് പറയുന്നത് ദൈവവചനം പഠിക്കുക എന്നുള്ളതാണ്. യേശു 3.5 വർഷം അവരെ പഠിപ്പിച്ചു. പൗലൂസ് എഫേസോസിൽ 3 വർഷം പഠിപ്പിച്ചു എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ വചനം പഠിക്കണം, നമ്മൾ ശിഷ്യരാകണം, ശിഷ്യപ്പെടണം, വചനം പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാതെ ആദ്യം തന്നെ അങ്ങോട്ട് പ്രസംഗകനായിട്ട് പോവുകയല്ല വേണ്ടത്, പഠിപ്പിക്കാൻ പോവുകയല്ല വേണ്ടത്. ആദ്യം പഠിക്കണം. ഉപദേശങ്ങൾ പഠിക്കണം. ദൈവത്തെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, സഭയെക്കുറിച്ച്, ദൂതന്മാരെക്കുറിച്ച്, പിശാചിനെക്കുറിച്ച്, ബൈബിളിനെക്കുറിച്ച്, പിന്നെ ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പഠിക്കണം. അത് അടിസ്ഥാന ഉപദേശങ്ങൾ, അത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് മറ്റുള്ളവർ ഉപദേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ യെരുശലേമിലെ വിശ്വാസം അപ്പോസ്തലന്മാരിൽ നിന്ന് വചനം പഠിക്കുവാൻ തയ്യാറായി. തീർച്ചയായിട്ടും ഇന്നിപ്പം ബൈബിളുണ്ട്, അന്ന് ബൈബിളില്ല, അന്ന് പുതിയ നിയമമില്ല. അപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ ബൈബിൾ വീട്ടിൽ നിന്ന് വായിച്ചാൽ മതി, അത് ഒരാളിൽ നിന്ന് കേൾക്കേണ്ട ആവശ്യമില്ലെന്നാണ്. ഒരിക്കലുമല്ല. വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരുണ്ട് ഇവിടെ. അതായത് ഷണ്ണൻ മന്ത്രിയാണ്, അദ്ദേഹം വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് രഥത്തിൽ. ഫിലിപ്പോസ് ചോദിച്ചു, നീ വായിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഒരുത്തൻ പൊരുൾ തിരിച്ച് തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? അതാണ് ഏത് കാലത്തും ദൈവവചനം പൊരുൾ തിരിച്ച് തരുന്ന കൃപാവരമുള്ള ദൈവദാസന്മാർ ഏത് കാലത്തും ഉണ്ടായിരിക്കും. അവരിൽ നിന്ന് പഠിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകും. നമ്മൾ ബൈബിൾ വായിച്ചാൽ നമുക്ക് ഡിവോഷണലായിട്ടുള്ള, ധ്യാനാത്മകമായിട്ടുള്ള പോഷണം ലഭിക്കുന്ന, സംതൃപ്തി ലഭിക്കുന്ന, അതുപോലെയുള്ള തേൻ പോലെയുള്ള ആശയങ്ങളൊക്കെ കിട്ടും. ഒരു തർക്കമില്ല. കാരണം അത് ബൈബിൾ ദൈവവചനമാണ്. എന്നാൽ ഉപദേശ വിഷയങ്ങൾ പഠിക്കുവാൻ, ഞാൻ പറഞ്ഞ പോലെ
ദൈവത്തെക്കുറിച്ച്, പിശാചിനെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, പിന്നെ ബൈബിളിനെക്കുറിച്ച്, ഭാവിയെക്കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉപദേഷ്ടാക്കളുടെ കൃപാവരമുള്ള ആളുകളുണ്ട്. അവരിൽ നിന്ന് പഠിക്കാനായിട്ട് നമുക്ക് മനസ്സുണ്ടാകണം. എങ്കിൽ മാത്രമേ ഒരുമിച്ച് സഭയായിട്ട് ഭംഗിയോടെ വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.